ഇതുപോലെ ഈ അന്നും ഇതുപോലൊരു കൂട്ടായ്മ ഞാൻ പോലെ ഒരുപാട് അനുഭവിച്ച ഒരാളാണ്. ഏതായാലും ആ കൂട്ടായ്മ ഇവിടെ നഷ്ടപ്പെട്ടിട്ടില്ല. ഈ ബന്ധങ്ങളൊക്കെ തലമുറകൾ മാറിയോ അല്ലെങ്കിൽ കാലഘട്ടം മാറിയിട്ടും ഇതൊക്കെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടായി. പിന്നെ ശങ്കർജി പറഞ്ഞ പോലെ ഏറ്റവും സന്തോഷമുള്ളത് അമ്മയുടെ പിറന്നാളുമായുള്ള ഈ കൂടിച്ചേരൽ. ഈ കുടുംബമായി എനിക്ക് വളരെ നല്ല ബന്ധമുണ്ട്. ഞാൻ പോലുള്ള സമയത്തും അതുപോലെ തന്നെ നാട്ടിലുള്ള സമയത്തൊക്കെ എൻ്റെ കലാപ്രവർത്തനങ്ങളൊക്കെ മായ കണ്ണൂർ വരികയും വീട്ടിൽ താമസിക്കുകയും അന്ന് മായ അഭിനയിച്ച ഒരു ആൽബം ഇതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത ഞാനാണ്. അപ്പോൾ ആ ആൽബത്തിൻ്റെ പേര് തന്നെ അമ്മ എന്നായിരുന്നു. ഇതെല്ലാം കൂടി യോജിക്കുമ്പോൾ ഇതൊരു വല്ല നിമിത്തമായി തോന്നുകയാണ്. നിങ്ങളുടെ ഒരു പ്രൊജക്ടിന്റെ പേര് അമ്മ എന്നാണ്. അപ്പൊ അമ്മയുടെ പേര് തന്നെ ഇവിടെ കൂടിച്ചേരാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം. ഈശ്വര പ്രാർത്ഥനയൊന്നുമില്ല, എന്നാലും അമ്മയ്ക്ക് വേണ്ടിയുള്ള രണ്ടുപേരി കവിത ഞാൻ പാടും. പതിരുള്ള നാടൂരി നെല്ലുമായെന്നമ്മ പടികേറിയെത്തുന്ന സായന്തരം. പതിരുള്ള നാടൂരി നെല്ലുമായെന്നമ്മ പടികേറിയെത്തുന്ന സായന്തരം. കണ്ണീരു പെയ്യുന്ന കോലായിലെന്നോടെ ശോകരാമായണ പാരായണം. പതിരുള്ള നാടൂരി നെല്ലുമായെന്നമ്മ പടികേറിയെത്തുന്ന സായന്തനം. ഇതുപോലെ അമ്മയെ കാത്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മ നീ വന്നേ ഞാൻ കിടക്കൂ എന്ന് പറയുന്ന വാക്കിനേക്കാൾ വലിയ, അമ്മ പറയുന്ന വാക്കിനേക്കാൾ വലിയൊരു കാത്തിരിപ്പില്ല എന്ന് പറയുന്നത്. അമ്മ കയറി വരുന്ന സന്തോഷത്തേക്കാൾ വലിയൊരു സന്തോഷം ആർക്കും അനുഭവിക്കാനുമില്ല. എല്ലാവിധ നന്ദി, നമസ്കാരം. ഇന്ന് യോഗയിലുള്ള ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരാണ് ഈ സദസ്സിലുള്ളത്. അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒക്കെ അതെ. ഇത് ജംബുവിന്റെ ഹൃദയം കൂടിയാണ് ഇവിടെ കൂടി. സാമൂഹിക രംഗത്തും എല്ലാ രംഗങ്ങളിലും മനുഷ്യന് ഉപകാരം ചെയ്യുന്ന, നാടിന് വേണ്ടി നല്ലത് പ്രവർത്തിക്കുന്ന, ഇവിടെ പ്രവാസികൾക്ക് വേണ്ടി നല്ലത് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇതിനു മുമ്പിലുള്ളത്. എനിക്കേറെ പ്രിയപ്പെട്ടവരാണ്. ഇവിടെ ഈ പരിപാടി നടത്തുന്നത് നമ്മുടെ ശങ്കറിന്റെ അമ്മ ഇവിടെ വന്നതിന്റെ പ്രത്യേകത വെച്ചുകൊണ്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ശങ്കർ രാവിലെ വിളിച്ചു, ഉച്ചയ്ക്ക് എയർപോർട്ടിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കുറച്ച് തിരക്കായതുകൊണ്ട് എയർപോർട്ടിൽ പോകാൻ പറ്റിയില്ല. കാരണം അമ്മ വരുന്നുണ്ട്, അമ്മയെ സ്വീകരിക്കാൻ പോകണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എന്തായിരുന്നാലും ഇപ്പോൾ തന്നെ കുറച്ച് റിസ്ക് എടുത്താണ് ഈ പരിപാടി തന്നെ വന്നത്. മറ്റൊരു പരിപാടി ഉണ്ടായിരുന്നു, ഞാൻ അസ്രാവിന് കൂടി പോകുന്നതാണ്. അപ്പൊ അമ്മയുടെ പരിപാടി കഴിഞ്ഞതിന് ശേഷം വന്നാൽ പോരാ, അതിന് തുടങ്ങുന്നതിന് മുമ്പായി ഇവിടെ എത്തണം എന്നുള്ള ഭാഷയുണ്ടായിരുന്നു. അമ്മ ഞാൻ കണ്ടിട്ടുണ്ട് 6 വർഷങ്ങൾക്ക് മുമ്പ് ചന്ദ്രനെ വീട്ടിൽ പോയിരുന്ന സമയത്ത്. ഏതായിരുന്നാലും അമ്മമാരെ കുറിച്ച് നമ്മളെ ഓർക്കാത്ത ദിവസങ്ങളുണ്ടായിരിക്കില്ല. അത് മരണപ്പെട്ടു പോയ അമ്മമാരെ കുറിച്ചായാലും ജീവിച്ചിരിക്കുന്ന അമ്മമാരെ കുറിച്ചായാലും തന്നെ ഏറ്റവും വലിയ സങ്കടം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ആ അമ്മമാർ നഷ്ടപ്പെട്ട വ്യക്തികൾക്കായി അവരെ കുറിച്ച് ഓർക്കുമ്പോഴായിരിക്കും. മറ്റൊരു നഷ്ടവും അതുപോലെ ഉണ്ടായിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കേരളത്തിലെ ഒരു പ്രസംഗനായ സംസമ സമനാരി, നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായിയായ യൂസഫ് അലിയും, അതുപോലെ തന്നെ
കേരളത്തിലെ ഏറ്റവും വലിയ അഭിനേതാവായ മോഹൻലാലും ഒക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ വെച്ച് അമ്മയെ കുറിച്ച് പരാമർശിച്ചപ്പോൾ അവരുടെ രണ്ടാളുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അമ്മയുടെ ഒരു പ്രത്യേകത, അമ്മമാരുടെ ഒരു പ്രത്യേകതയാണത്. അവരെ നമ്മൾ ഓർക്കുന്ന സമയത്ത് നമ്മളെ എല്ലാം മറന്ന് അവരെ കുറിച്ച് മാത്രം നമ്മൾ ഓർക്കും. ഏതായിരുന്നാലും ഞാൻ ഈ ശോകമായ അന്തരീക്ഷത്തിന് വേണ്ടിയല്ല ഇപ്പോൾ സംസാരിക്കുന്നത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോയത് മാത്രം. ഞാൻ എപ്പോഴും ഓർക്കുന്നത് എൻ്റെ അമ്മയെക്കുറിച്ചാണ്. കൂടുതൽ ഓർക്കുന്നത് എൻ്റെ അമ്മയെക്കുറിച്ചാണ്. എൻ്റെ ഉപ്പയും മരണപ്പെട്ട് പോയി കുറെ വർഷങ്ങൾ കൊണ്ട്. ഏതായിരുന്നാലും ഈ ശങ്കറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞ സമയത്ത് വളരെ സന്തോഷം തോന്നി. ഈ ഒരു സദസ്സിൽ അമ്മയുടെ സാന്നിധ്യത്തിലുള്ള സദസ്സിനൊക്കെ വലിയ പ്രചോദനം നൽകുന്നുണ്ട്. നമുക്ക് ദീർഘായുസ് നൽകുകയാണ്. ഇനിയും കൂടുതൽ കാലം ആരോഗ്യത്തോടു കൂടി അവരുടെ മക്കളും പേരമക്കളും ഒക്കെ ആയി കുടുംബമൊക്കെ ആയി ജീവിക്കാനുള്ള ദീർഘമായ ആരോഗ്യത്തോടെ ആയുസ്സും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്തുകൊണ്ട് എല്ലാ നന്മകളും നടന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. മനോഹരമായ ഇവിടെ പറഞ്ഞതുപോലെ, ശങ്കർജി പറഞ്ഞതുപോലെ, നമ്മളൊക്കെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളും നിമിഷങ്ങളുമാണ്. വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തം നമ്മെ വല്ലാതെ, മലയാളികൾ എന്ന നിലയിൽ നമ്മെ എല്ലാവരെയും വേദനിപ്പിക്കുന്നു. പക്ഷെ അവിടെയും ആ ദുരന്തമുഖത്ത് നമ്മുടെ സഹോദരന്മാർ രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. എന്തായാലും ഈ സമയത്താണ് ശങ്കർജിയുടെ അമ്മ ഇവിടെ ആദ്യമായി യാമ്പൂർ വരുന്നത്. സത്യത്തിൽ ഇവിടെ സലീം സാഹിബും കെൻ സാഹിബൊക്കെ പറഞ്ഞതുപോലെ അമ്മ എന്ന് പറയുന്നത് നമുക്കൊക്കെ ഒരു വികാരമാണ്. അമ്മയുടെ ഓർമ്മകളിലാണ് നമ്മളൊക്കെ വളർന്നതും. അമ്മ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വല്ലാത്ത ഒരു സ്നേഹമുണ്ട്. ഇവിടെ സലീം സാഹിബ് പറഞ്ഞു, പരിശുദ്ധ ഖുർആനിൽ തഹ്തഖദാമിയും മഹാദിക്കും, മാതാവിൻ്റെ കാലിൻ്റെ താഴെയാണ് സ്വർഗം എന്ന് പറയുന്നത്. സത്യത്തിൽ ഇവിടെ ആരാധനയുടെ കാര്യം പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ കാലിൻ്റെ താഴെയാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ അമ്മയുടെ കാലിൻ്റെ താഴെ ചോട് കാലം മാന്തി നോക്കിയ സ്വർഗം കാണുന്നതല്ല, മറിച്ച് അമ്മയെ പരിപാലിച്ച്, അമ്മയെ അനുസരിച്ച്, അമ്മയെ സ്നേഹിച്ച് ജീവിച്ചാൽ അവന് സ്വർഗമുണ്ട് എന്നാണ്. സിദ്ധാർത്ഥനോട് പിന്നെ മൈരുദ്ധ്യം തൻ ശോഷണം മലമയി ചെയ്യാത്ത സാവത്സരി എന്ന് പറയുന്നുണ്ട്. അമ്മേ, എനിക്ക് വേണ്ടി അമ്മ മകനോട് ചോദിക്കുകയാണ്, ഞാൻ മോനെ നീ വലിയ ആളായി, നീ പഠിച്ചു വലിയ സന്യാസിയായി, വലിയ അറിയപ്പെടുന്നയാളായി, എനിക്കെന്താണ് സമ്മാനം തരിക എന്ന് അമ്മ ചോദിക്കുമ്പോൾ കൊടുക്കുന്ന വാക്കാണ് അമ്മേ. അമ്മ എന്നെ ഗർഭം ചുമന്നു, അമ്മയുടെ ശരീരം ശുഷ്കിച്ച് ശോഷിച്ചു പോയി, അമ്മയുടെ മടിത്തട്ടായിരുന്നില്ലേ എൻ്റെ മലമൂത്ര വിസർജനം നടത്തിയത്. അങ്ങനെ ഉള്ള അമ്മയ്ക്ക് ഞാൻ എന്താണ് പകരം ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സത്യത്തിൽ നമ്മൾ ഇപ്പോൾ ഈ ശങ്കർജി പറഞ്ഞ പോലെ വലിയ ഭാഗ്യമാണ് അമ്മ ശങ്കറിനെ പോലെ ഒരാളെയൊക്കെ പ്രസവിച്ച് സമൂഹത്തിന് സംഭാവന ചെയ്യാൻ കഴിയുന്നത്. ഒരു അമ്മ എന്ന നിലയിൽ അമ്മയ്ക്ക് സന്തോഷിക്കാം. കാരണം യാബൂല് മലയാളികൾക്കിടയിൽ ഏറെ സുപരിചിതനാണ്. മലയാളി സമൂഹത്തിന് എവിടെയും ഒരു തണൽപരമായി, തണൽവൃക്ഷമായി, പ്രയാസപ്പെടുന്നവർക്ക് ആശ്വാസമായി ഒരുപാട് കേസുകളിൽ ഇടപെടാനും ഒരുപാട് ആളുകൾ സാന്ത്വനം എത്തിക്കുവാനും സാമൂഹിക പ്രവർത്തക എന്ന നിലയിൽ മലയാളികൾക്കിടയിൽ ഏറെ അറിയപ്പെടുകയും ചെയ്യുന്ന ശങ്കർജി, അദ്ദേഹത്തിന്റെ അമ്മ ആദ്യമായിട്ടാണ് വരുന്നതെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ കരുതിയത് ആദ്യമേ വന്നിട്ടുണ്ടായിരുന്നതാണ്. ഏതായാലും അമ്മയെ കാണാനും പരിചയപ്പെടാനും കഴിയുന്നത് സൗഭാഗ്യമായി കരുതുന്നു. അമ്മ ഓർമ്മയാണ്. ഇപ്പൊ എല്ലാവരുടെയും നമ്മുടെയൊക്കെ മനസ്സിനോടെയൊക്കെ ഉമ്മമാരെ കുറിച്ചും അമ്മമാരെ കുറിച്ചും നമ്മളിങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ശങ്കർ ഇവിടെ ശിവസായി പറഞ്ഞതുപോലെ നമ്മൾ എത്ര വളർന്നാലും, എത്ര വലിയവനായാലും, വിദ്യാഭ്യാസപരമായി നമ്മൾ എത്ര ഉയർന്നു പോയാലും, ഏത് ഉന്നത പദവിയിലെത്തിയാലും അമ്മയുടെ മുമ്പിൽ നമ്മൾ കൊച്ചുമക്കളാണ്. അമ്മയുടെ മുമ്പിൽ എത്തുമ്പോൾ നമ്മൾ ചെറുത് തന്നെയാണ്. അമ്മയെ സ്നേഹിച്ചും പരിലാളിച്ചും അമ്മയുടെ മുമ്പിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാന്ത്വനവും ഒരു ആശ്വാസവും ഒരു സമാധാനവും നമുക്ക് കിട്ടുന്നുണ്ട്. ആ സമാധാനം, ആ ഒരു സന്തോഷം പങ്കിടാനാണ് ഈ ദുഃഖത്തിന്റെ നിമിഷത്തിലും അമ്മ വരുന്നു എന്നറിഞ്ഞപ്പോൾ എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ സഹോദരനും സത്യത്തിൽ ശങ്കർജിയുടെ ഒരു ഫ്രണ്ട് ലിസ്റ്റ് എന്ന് പറയുന്നതൊന്നുമല്ല, വളരെ വിപുലമായ ഒരു സുഹൃത്ത് വലയവും ബന്ധമുള്ള ഒരാളാണ് ശങ്കർജി യാമ്പൂരിൽ ഇത്തരം കാര്യങ്ങളിൽ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ ഏറെ സജീവമായി ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയിൽ അമ്മയെ കാണുവാനും പരിചയപ്പെടുവാനും സാധിച്ചത് സൗഭാഗ്യമായി കരുതുന്നു. വളരെ കാലം ദീർഘായുസ്സോടുകൂടി ആരോഗ്യത്തോടുകൂടി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അമ്മയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസകൾ അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.
പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഉണ്ണിയേട്ടൻ പറഞ്ഞു ഞങ്ങൾ എയർപോർട്ടിൽ പോയി അമ്മയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു. സാധാരണ ഉണ്ണിയേട്ടൻ്റെ വീട്ടിൽ നടക്കുന്ന സന്തോഷം ഉള്ള പരിപാടികൾ, കണ്ണൻ്റെ അല്ലെങ്കിൽ കിങ്ങിണിയുടെ ഒക്കെ ബർത്ത്ഡേ ആണെങ്കിലും മറ്റുള്ള പരിപാടികളൊക്കെ ആണെങ്കിലും ഇതേപോലെ ഇങ്ങനെയല്ല, ഇതിലും വളരെ വിപുലമായിട്ടാണ് സാധാരണ നടക്കുക. വലിയ പരിപാടികളായിട്ട് നടക്കുക, വലിയ സൽക്കാരപ്രിയനാണ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വളരെ ചെറിയ ഒരു പരിപാടി എല്ലാവരെയും വിളിച്ച്, ഏതായാലും കുറെ കാലങ്ങളായി നമ്മളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് ഒരു ചെറിയ പരിപാടി വളരെ ഒതുങ്ങിയ രീതിയിൽ കേക്കൊന്നും മുറിക്കണ്ടെന്ന് തീരുമാനിച്ചു. അത്തരം ഒരു പരിപാടിയിലാണ് ഇപ്പൊ നമ്മൾ കൂടിയിരിക്കുന്നത്. ഏതായാലും അമ്മയെ ഇപ്പോ നേരത്തെ നാസർക്ക് പറഞ്ഞതുപോലെ എല്ലാവരും ഇപ്പോ അവനവന്റെ അമ്മമാരെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു പരിപാടി എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. എല്ലാവർക്കും സ്വന്തം ഉമ്മമാരെ അമ്മമാരെ ഒക്കെ ഓർക്കാനും, അതോടൊപ്പം ശങ്കർജി ഉണ്ണിയേട്ടൻ്റെ അമ്മ ഇവിടെ വന്നപ്പോൾ നേരിട്ട് നമുക്കൊക്കെ കാണാനും എല്ലാവർക്കും ഒരുമിച്ച് കൂടാനും ഒക്കെ അവസരം ഉണ്ടാക്കിക്കൊണ്ട് ഈ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അമ്മക്ക് വളരെയധികം സന്തോഷിക്കാം, വളരെയധികം അഭിമാനിക്കാം. കാരണം നേരത്തെ നാസർക്ക പറഞ്ഞതുപോലെ ഞങ്ങളെ ഞങ്ങളെ ചെറുപ്പക്കാരുടെ ഉണ്ണിയേട്ടൻ, പിന്നെ മറ്റുള്ളവർക്ക് ശങ്കർജി, ഒരുപാട് ആളുകൾക്ക് വിവിധ കാര്യങ്ങളിൽ സഹായിക്കുന്ന, ഏത് സമയത്ത് വിളിച്ചാലും എപ്പോ വിളിച്ചാലും പിന്നെ എന്താ പറയാ, അട്ട ഡ്രസ് മതി കൂടെ ഇറങ്ങി വന്ന് ആളുകളെ സഹായിക്കാൻ. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും കടന്ന് നാട്ടിലെത്തിയിട്ട് അയക്കുന്ന മെസ്സേജുകൾ ഒക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട്, ഞങ്ങൾ കിട്ടാറുണ്ട്. അതുകൊണ്ട് മകൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അങ്ങേയറ്റം അഭിമാനിക്കാവുന്ന ഒരു മകനാണ് ശങ്കർജി. അത്തരം ഒരു മകനെ നസർക്ക് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഈ സമൂഹത്തിന് നൽകിയ നിങ്ങളുടെ അമ്മയെ അങ്ങേയറ്റം ആദരിക്കുകയാണ്. ഒരിക്കൽ കൂടി ദീർഘായുസ്സും ആരോഗ്യവും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്. ഇന്നലെ രാത്രി ശങ്കർജി വിളിച്ചു, പക്ഷെ ഞാൻ അറിഞ്ഞില്ല. ഇന്ന കാലത്ത് പിന്നെ എഴുന്നേറ്റ് നോക്കുമ്പോൾ പിന്നെ വാട്സപ്പിൽ മെസ്സേജ് കിട്ടും, അമ്മ വരുന്നുണ്ട്, വരണം, ശങ്കർജിയുടെ അമ്മയെ കാണാം എന്നുള്ള ഒരു കാര്യം. പിന്നെ ഒരുപാട് നാളായിട്ടുള്ള സൗഹൃദ ബന്ധമാണ്. അപ്പോൾ വളരെ സന്തോഷം തോന്നി. ഒരു പിറന്നാൾ ദിനത്തിൽ പോലും അത് അങ്ങനെ ഞാൻ പോലും എത്തിപ്പെടാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വലിയൊരു സന്തോഷം. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ പങ്കാളിയാവണം. അതോടൊപ്പം തന്നെ അമ്മയെ പരിചയപ്പെടണം. അതോടൊപ്പം തന്നെ പറഞ്ഞ നാട്ടുകാരാണ്, ഭയങ്കരമാണ് വീട്. അപ്പോൾ അടുത്ത് തന്നെയാണല്ലോ എന്ന് അമ്മ പറയുകയും ചെയ്തു. അതുപോലെ സന്തോഷം. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഞാൻ ആലോചിക്കണം, നമ്മുടെ കടപ്പാട് എത്രയായാലും തീർത്താൽ നമുക്ക് തീരില്ല. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദൈവത്തോടുള്ള കടപ്പാടിനോടൊപ്പം ബന്ധപ്പെട്ടതാണ് നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള കടപ്പാട് എന്ന് പറയുന്നത്. അതങ്ങനെ തന്നെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദൈവത്തെ നമ്മൾ ഏത് രൂപത്തിൽ കാണുന്നു, അപ്പോൾ ആ രൂപത്തിൽ അതിനോട് ചേർത്ത് കൊണ്ട് ഒന്നാം സ്ഥാനം ദൈവം നിൽക്കുകയാണെങ്കിൽ അതിനോട് തൊട്ട് താഴെ ആ മാതാപിതാക്കളും കൂടി നിൽക്കുന്ന ഒരു സ്ഥാനമാണ് യഥാർത്ഥത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പ്രവാചകൻ തന്നെ പറഞ്ഞത് ആ അമ്മയുടെ കാൽക്കീഴിലാണ് നിങ്ങൾക്ക് സ്വർഗം തന്നെ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ അറബി പദങ്ങളിലൂടെ ഞാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു കടപ്പാട് നമ്മുടെ ജീവിതം തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളൊരു ജീവിതത്തിലൂടെ ഇങ്ങനെ കടന്നു വരുമ്പോൾ നമുക്ക് പിന്നെ അത് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ, അനിയനൊരു ഓട്ടോറിക്ഷ ഉണ്ട്. ഓട്ടോ കൊണ്ട് അവൻ രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി പിന്നെ ആ 9 മണി 10 മണി കഴിഞ്ഞാൽ ഉമ്മയുടെ ഇറയത്തങ്ങനെ ഇരിക്കും. അത് ഇരുത്താണ്. അത് അമ്മമാർക്ക് കഴിയും, വേറെ ആരും അതങ്ങനെ ഇരിക്കില്ല. അപ്പൊ അത്രയ്ക്കുള്ള ഒരു ബന്ധം, അത് എങ്ങനെ തന്നെയായാലും മുറിച്ചു മാറ്റാൻ കഴിയാത്ത
വല്ലാത്ത കടപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മളുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മളുടെ കൂടെ തന്നെ ഇങ്ങോട്ട് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയ സന്തോഷം കണ്ട പോലെയാണ് കൂടി പറഞ്ഞുകൊണ്ട് നല്ല ഒരു ആയുസ്സും പിന്നെ നല്ല ആരോഗ്യവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമുക്ക് വേണ്ടി. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശങ്കർജി വിളിച്ചു, ഇങ്ങനെ അമ്മയുടെ പിറന്നാളാണ്, അപ്പോൾ അതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി ശങ്കർജിയുടെ ഫാമിലിയായിട്ട് വളരെ വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അമ്മയുടെ നേരത്തെ ഉണ്ടായിരുന്നു എന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷെ ഇന്നിപ്പോൾ ആണ് അറിയുന്നത് അമ്മ ആദ്യമായിട്ടാണ് യാമ്പൂൽ എത്തിച്ചേരുന്നത്. യാമ്പൂലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ശങ്കർജിയുടെ അമ്മേനെ പരിചയപ്പെടാനും കാണാനും ഇങ്ങനൊരു അവസരം ഒരുക്കി. അതുപോലെ കുറെ നാളുകളായിട്ട് നമ്മൾ യാമ്പൂലെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ നിൽക്കുന്ന എല്ലാ പ്രമുഖ വ്യക്തികളും ഇവിടെയുണ്ട്. അവരെല്ലാവരെയും നമുക്കൊന്ന് കാണാനും അവരുടെ പരിചയം പുതുക്കുവാനും ഇങ്ങനൊരു അവസരം ഒരുക്കിയിട്ടുള്ള ശങ്കർജിക്കും അതുപോലെ ഇന്നത്തെ വിശിഷ്ട അതിഥി അമ്മേനെ. അപ്പൊ എല്ലാവരും പറഞ്ഞു നമ്മൾ ഇങ്ങനെ ഒരു അവസരത്തിൽ ഇവരെയൊക്കെ പ്രസംഗം കേട്ടപ്പോൾ നമ്മുടെ അമ്മേനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അതൊരു വല്ലാത്തൊരു ഫീലാണ് നമുക്ക്. നമ്മൾ ഈ പ്രവാസ ലോകത്തിരിക്കുമ്പോൾ നമ്മൾ അമ്മമാരെ വളരെ മിസ് ചെയ്യുന്നൊരു സന്ദർഭം കൂടെയാണ്. നമ്മൾ പ്രവാസ ലോകത്ത് ഇരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് മിസ് ചെയ്യും. അപ്പൊ ഞാൻ വളരെ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും സംസാരം കേട്ടപ്പോൾ നമുക്ക് ആകെ ഒരു ഫീലായി ഇരിക്കുന്നു. അപ്പോൾ ഈ അവസരത്തിൽ അമ്മയുടെ പിറന്നാളിന് എല്ലാവിധ ആശംസകളും അമ്മയ്ക്ക് തുടർന്നുള്ള ജീവിതത്തിൽ മക്കളൊന്നിച്ച് ഒരുപാട് നാൾ ജീവിക്കാൻ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ചെയ്യുന്നു. ഓക്കെ. നമ്മൾക്ക് ഓരോരുത്തർക്കും ഞാൻ എൻ്റെ ഉമ്മാൻ്റെ 9ാമത്തെ അത് ഉമ്മ മരിച്ചിട്ട് 13 വർഷമായി. എങ്കിലും ഇന്നും ഈ അമ്മനെ ഇവിടെ കണ്ടപ്പോഴും അമ്മൻ്റെ ഈ ഒരു പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോഴൊക്കെ നമുക്ക് നമ്മളെ മരിച്ചുപോയ ഉമ്മാരെയും അമ്മമാരെയൊക്കെ ഓർക്കാതെ കൂടി ഒരു അവസരമായി. ഏതായാലും അമ്മക്ക് ദീർഘായുസും ആരോഗ്യമൊക്കെ ഒരുപാട് കാലം വേറെ മക്കളോടൊന്നിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്